ഇന്നലെ അവർ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ അസോസിയേഷനിൽ പാസ്സാക്കിയത് ഒന്ന് അത് കോടതി കൊടുത്തു, അതല്ല അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരെണ്ണം പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു, അത് ഒന്ന് അഡ്രസ് ചെയ്യാം. 2013 ഒരു ഭരണഘടന ഉണ്ടാക്കിയത് മുമ്പേ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ. അവര് ഭൂരിപക്ഷമില്ലാതെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഐക്യകണ്ഠ്യേനെ പാസ്സാക്കി എന്ന് പറയുന്നു. അതിന്റെ വീഡിയോ ക്ലിപ്പിംഗൊക്കെ ഞങ്ങളുടെ ഉണ്ട്, ഇഷ്ടം പോലെ വേണമെങ്കിൽ തരാം. അതിനകത്ത് എല്ലാവരും പറയുന്നു ഇത് വോട്ടിനിടണം എന്ന് പറയുമ്പോൾ വോട്ടിനിടാതെ പാസ്സാക്കിയിട്ട് മിനിറ്റ്സ് ബുക്കിൽ ഐക്യകണ്ഠ്യേനെ എന്ന് പറഞ്ഞ് അവർ എഴുതി വെച്ചു. അതിപ്പോ കോടതി സ്റ്റേ കിടക്കുക. അതിനകത്ത് എന്നിട്ട് ഈ മിനിറ്റ്സ് ബുക്ക് ഉണ്ടല്ലോ, ഈ മിനിറ്റ്സ് ബുക്ക് കൊണ്ടത് കോടതി എക്സിബിറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആ മിനിറ്റ്സ് ബുക്കിന്റെ സർട്ടിഫൈഡ് കോപ്പിയാണ് എന്റെ ഇരിക്കുന്ന ഈ സാധനം, മിനിറ്റ്സ് ബുക്കിന്റെ സർട്ടിഫൈഡ് കോപ്പി. ഇവർ പറയുന്നു പാത്രികീസ് ബാബായിക്ക് അധികാരം, ആത്മീയ അധികാരമല്ല, എല്ലാ അധികാരം ഉണ്ടെന്ന്. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഞാനത് വായിക്കാം മിനിറ്റ്സ് ബുക്കിൽ. എന്നിട്ട് വേറൊരു ബുക്ക് 13 പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. ആ ബുക്കാണ് 2013 ബുക്ക്. ഇതിനകത്തും ഇതുമായിട്ട് കടലാടിയും പോലെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ബുക്കില്ല, ഞങ്ങൾ ഇത് തപ്പിച്ചെന്നപ്പോൾ ഇത് കോടതിയിൽ വെച്ചിരിക്കുക. കോടതിയിൽ സർട്ടിഫൈഡ് കോപ്പി അയച്ചതിനകത്ത് അവർ എഴുതിയിരിക്കുന്നു ജ്ഞാനായ. ഒരു സെക്കൻഡ് ക്ലാരിറ്റി കുറവുണ്ട്. ഈ വായിക്കുന്ന സാധനം ഈ നിങ്ങളുടെ ഒരു അസോസിയേഷനാണോ കമ്മിറ്റിയാണോ, ഏത് കൂടി മിനിറ്റ്സ് അസോസിയേഷൻ കൂടി അവർ 2010 തർക്കത്തിൽ കിടക്കുന്ന ഭരണഘടനയുണ്ടല്ലോ. നമ്മൾ പൊതുസമൂഹത്തിൽ അറിയില്ല. അതുകൊണ്ട് അതായത് 2013 അസോസിയേഷൻ കൂടുകയും ആ അസോസിയേഷൻ ഹൈജാക്ക് ചെയ്യപ്പെടുകയും ചെയ്തെന്നാണോ പറയുന്നത്? അതെ, അസോസിയേഷൻ ഹൈജാക്ക് ചെയ്യപ്പെടുന്ന കോടതി സ്റ്റേ. അപ്പൊ അതിനകത്ത് അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ജ്ഞാനായ അധിപതിലാസനത്തിലും അതിലെ ഇപ്പോൾ ഉള്ളതും മേലാൽ ഉണ്ടാകുന്നതുമായ എല്ലാ ദേവാലയങ്ങളുടെയും മേൽ പരിശുദ്ധ പാത്രികീസ് ബാബായിക്ക് എല്ലാ ആത്മീയ അധികാരങ്ങളും ഉണ്ടായിരിക്കും. അവർ എഴുതി വെച്ചിരിക്കുക. ഇത് വേണമെങ്കിൽ ആത്മീയ അധികാരം ഉണ്ടായിരിക്കുമെന്ന് ഈ പറയുന്ന സഹായമിത്രാച്ചന്മാർ കൂടി പാസ്സാക്കി വെച്ചിരിക്കുന്ന അവരുടെ അസോസിയേഷൻ പാസ്സാക്കിയതാ. എന്നിട്ട് ഈ ബുക്ക് അവർ അഴിച്ചു ബാബായെ കാണിക്കാൻ വേണ്ടി. അവരുടെ അസോസിയേഷൻ നിങ്ങൾ അസോസിയേഷൻ പങ്കെടുത്തില്ലേ? അല്ല, അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആ സമയത്ത്. പക്ഷേ ആ ഭൂരിപക്ഷത്തിലല്ല ചെയ്തിരിക്കുന്നത്, അവര് വോട്ടിടാതാണ് ചെയ്തിരിക്കുന്നത്. ഭൂരിപക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമല്ല. സമുദായ മെത്രാപ്പോലീത്തായുടെ അംഗീകാരത്തോടു കൂടി വേണം അങ്ങനെ ഒരു അസോസിയേഷൻ കൂടാൻ. അത് തന്നെയല്ല, വോട്ടിംഗ് വന്നാൽ വോട്ടിംഗ് ചെയ്യണം. വോട്ടിംഗ് ആവശ്യപ്പെട്ടിട്ട് അവർ വോട്ടിംഗ് സമ്മതിച്ചില്ല. അതിനകത്ത് അത് വീഡിയോ ഉണ്ടല്ലോ, അതിനകത്തെല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. വീഡിയോയിൽ പലരും എന്ന് പറയുന്നു വോട്ടിടണമെന്ന്. എന്നിട്ട് ഈ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത് ഇത് ഐക്യകണ്ഠ്യേനെ പാസ്സായെന്ന. എന്നിട്ട് അതിനകത്ത് ഈ ബുക്കിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ വായിച്ചതിന് പകരം ബാബായെ കാണിക്കുന്നതിന് വേണ്ടി അവർ എഴുതി വെച്ചിരിക്കുന്നത് ആ ഒരു വാക്കുകൂടെ ഞാൻ വായിക്കാം. അതിനകത്ത് എഴുതി ആത്മീയ അധികാരം. എന്നിട്ട് ബാബായെ കൊണ്ട് പാത്രികീസ് ബാബായെ കൊണ്ട് കാണിക്കുന്നത് ഈ കാര്യമാണ്. അതിനകത്ത് പറയുന്നത്, അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്: ജ്ഞാനായ അധിപദ്രാസനത്തിലും അതിലെ ഇപ്പോൾ ഉള്ളതും മേലാൽ ഉണ്ടാകുന്നതുമായ എല്ലാ ദേവാലയങ്ങളുടെയും പരിശുദ്ധ പാത്രികീസ് ബാബായിക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും. ഇങ്ങനെ എഴുതി ഇതിനകത്ത് എഴുതി. ഇതൊക്കെ കോടതി ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂ. അപ്പം അവര് ഈ മനുഷ്യന്റെ കണ്ണിൽ അല്ലെ ബാബായുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എനിക്ക് ഇത്രയേ ഉള്ളൂ, ബാബായെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. പാത്രികീസ് ബാബായെ ഇത് മുഴുവൻ പറഞ്ഞ് ഇവരുടെ അധികാരത്തിന് വേണ്ടി കിട്ടുന്നതിന് വേണ്ടി ബാബായെ തെറ്റിദ്ധരിപ്പിച്ചു. ബാബ ഒരു കമ്മീഷനെ വിട്ടിരുന്നതിൽ ഇതെല്ലാം കാണിച്ചിരുന്നതിൽ അത് വന്നേ ഒരു കമ്മീഷനെ ഇങ്ങോട്ട് വിട്ടിട്ടില്ല. ഏകപക്ഷീയമായിട്ട് ബാബ അവിടുന്ന് ഇവരെഴുതി കൊടുക്കുന്ന കൽപ്പന ഇങ്ങോട്ട് അയക്കുക. അതായത് നിങ്ങൾ 2 ഡോക്യുമെന്റ് പൊരുത്തപ്പെടുന്നില്ലെന്നാ, അതൊന്ന് ചോദിക്കണമെന്ന് പല ആളുകളും ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നിലവിലുള്ള ഭരണഘടന ഏത് എന്ന് ബ്രദർ മുമ്പ് ചോദിച്ചു. 2010 അത് ആ ഭാഗം പറഞ്ഞൊന്ന് വിശദീകരിച്ചാലേ അത് പിന്നീടുള്ള ഭാഗം മനസ്സിലാവും. 2013 ഐക്യകണ്ഠേന ഭരണഘടനയിലെ 4ാമത്തെ ചാപ്റ്റർ അമെന്റ് ചെയ്ത് ഇതിനോട് ചേർത്തു. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? 2013 ചേർത്തു. അപ്പൊ അത് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ ആലോചന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സെവേറിയസ് മെത്രാച്ചന്റെ ഒരു അദ്ദേഹത്തിന്റെ ബിനാമിയായ ഒരു തോമസ് ഏലിയാസ് പാറയിൽ കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ കൊണ്ട് 506/2013 എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കും. ആ കേസിനകത്ത് ഒരു താൽക്കാലിക ഉത്തരവുണ്ടായി. ആ താൽക്കാലിക ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് ഈ 506 കേസിന്റെ ഫൈനാലിറ്റി അനുസരിച്ച് മാത്രമേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓർഡർ വന്നു. ആ ഓർഡറിന് അന്നത്തെ കാലത്ത് വേണ്ട രീതിയിൽ അതിന് അപ്പീലും ഹൈക്കോടതിയിലൊന്നും പോകാതിരുന്നുണ്ട്. അതങ്ങനെ കിടന്ന് വരുമ്പോൾ മതിയില്ലെന്ന് വിചാരിച്ചു. ഏതാണെങ്കിലും ഈ സ്യൂട്ട്, ഈ 506 എന്ന് പറഞ്ഞ സ്യൂട്ട് ഇടയ്ക്ക് അങ്ങ് തള്ളിപ്പോയി. ഇവർ നിരന്തരമായിട്ട് ഇതിൽ പങ്കെടുക്കാതെ വന്നപ്പോൾ സ്യൂട്ട് തള്ളിപ്പോയി. അപ്പം നിലവിൽ ഒരു കേസും ഇല്ല. ആ ഇല്ലാതിരുന്ന സമയത്ത് ഈ 2003 ഭരണഘടനയോട് ചേർത്ത് കുറെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു, അതായത് അമെന്റ് ചെയ്തു എന്ന് പറഞ്ഞു. ആ സെറ്റിൽ ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് സെവേറിയസ് തിരുമേനി, ഏലിയാസ് സക്കറിയ ഇവിടെ മുമ്പേ കാണിച്ചല്ലോ ആ ഭരണഘടനയ്ക്കകത്ത് അദ്ദേഹം ഇറക്കിയിരിക്കുന്ന കൽപ്പന, ആ കൽപ്പനയോടുകൂടി ഇത് അപ്രൂവ് ചെയ്ത് കൽപ്പനയോടുകൂടി സമുദായം ഒട്ടുക്ക് പള്ളികളിൽ വായിച്ച് അത് നടപ്പിലാക്കി. 3 വർഷമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനോടിടയ്ക്കുണ്ടായ സംഭവം, ഈ ഡിഫോൾട്ടിൽ തള്ളിയ സ്യൂട്ട് ഇവർ വീണ്ടും പുനരെടുപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ആ നേരത്തെയുള്ള ഓർഡർ, അതായത് ഈ 506 കഴിഞ്ഞിട്ട് ശേഷമേ ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഓർഡർ അത് വീണ്ടും ലൈവിലായി എന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് തർക്കം വന്നു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതിയിൽ ആ വിഷയത്തിനകത്ത് അപ്പീൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു 2003 കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലസ് വാട്ട് എവർ സെറ്റിൽഡ് ഡ്യൂറിംഗ് ദി ഡിഫോൾട്ട് ആൻഡ് റെസ്റ്റോറേഷൻ പീരീഡ് ദാറ്റ് ഷുഡ് നോട്ട് ബി അൺസെറ്റിൽഡ് എന്ന് പറഞ്ഞ് 2 ഹൈക്കോടതി ഓർഡറുകളുണ്ട്. ഒന്ന് എബ്രഹാം മാത്യുവിന്റെ ഹൈക്കോടതി ഓർഡറിലായി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരതിനെ ലംഘിച്ചപ്പോൾ പിന്നെ അതിന് അപ്പീൽ പോയി. അപ്പം ജസ്റ്റിസ് മുസ്താഖിന്റെ ഓർഡറിലായി,
whatever you implemented in between the dismissal and the restoration, that should not be unsettled, that will prevail എന്ന് പറഞ്ഞു. അതായത് 2013 നടത്തിയ അമെൻമെന്റുകൾ നിലനിൽക്കും എന്നാണ് ഇതിനകത്ത് എഴുതിയത്. അപ്പൊ അത് കൃത്യമായിട്ട് എഴുതിയിരുന്നു. അതും പ്രകാരമാണ് ഈ ഭരണഘടന അനുസരിച്ച്. അപ്പൊ ഇന്നത്തെ ഭരണഘടന ഏതാന്ന് ചോദിച്ചാൽ 2003 + 2013 നടപ്പിലാക്കിയ, ഇംപ്ലിമെന്റ് ചെയ്ത, സെറ്റിൽ ചെയ്ത അമെൻമെന്റുകളോട് ചേർന്നതാണ് ഇന്നത്തെ ഭരണഘടന. അത് മനഃപൂർവ്വമായിട്ട് ബോധപൂർവമായിട്ട് ഇവരിങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ആ കാര്യം ഇവർ പറയത്തില്ല. കേസിന് ആവശ്യമായി ഇപ്പൊ രണ്ടാമത് സസ്പെൻഷന്റെ കേസൊക്കെ വന്നപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോൾ 2003 2013 അതിന് മുമ്പ് ഏതിനകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാലും പാത്രികീസ് ബാബയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരവും അപ്പീലേറ്റ് അധികാരവും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനൊന്നും ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾ അതിനകത്ത് എടുത്തു. ആ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. ഞാൻ അതിനകത്ത് ഇറക്കില്ല. പക്ഷേ ഇന്നത്തെ ഭരണഘടന 2003 + സെറ്റിൽ ചെയ്ത അമെന്റ്മെന്റുകളോട് ചേർത്തതാണ്. അത് 2003 വേറെ കേസൊന്നും നിലവിലില്ല. ഇല്ല, ദാറ്റ് ഈസ് വാലിഡ്. ആ സ്യൂട്ട് ഇതുവരെ തീർന്നിട്ടില്ല. ആ സ്യൂട്ട് ഇപ്പോഴും കിടക്കുക. അപ്പൊ ആ സ്യൂട്ട് തീരാതെ എന്ന് സ്യൂട്ട് തീരുന്നു അതിന്റെ ഓർഡർ അനുസരിച്ച് അത് പോട്ട്. അതുവരെ 2003 ഭരണഘടനയാണ്. 2003 ഭരണഘടനയ്ക്കകത്ത് ഓരോ മേഖലാ മെത്രാപ്പോലിത്തന്മാർക്കും ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നതിനുള്ള അധികാരവും അവരുടെ പള്ളികളുടെ പേര് വരെ അതിനകത്ത് കുറിച്ച് വെച്ചിരിക്കുക. ഭരണഘടനയ്ക്കകത്ത് പള്ളികളുടെ പേര് വരെ അച്ചടിച്ച് വെച്ചിരിക്കുക. 506 എന്ന് പറയുന്ന അന്ന് തുടങ്ങിയ ആ സ്യൂട്ട് ഇതുവരെ തീർന്നിട്ടില്ല. ഇല്ല, 2013 സ്യൂട്ട് ഇപ്പോഴും പെൻഡിങ്ങിൽ കിടക്കുക. ഓരോരോ കാരണങ്ങൾക്കുണ്ട്. ഇവരതിനിടയ്ക്ക് സുപ്രീം കോടതിയിൽ അതിനെതിരെ അപ്പീൽ പോയി. സുപ്രീം കോടതി അത് 3-4 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ അപ്പീൽ തള്ളി. അപ്പൊ വീണ്ടും അത് ഇങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങനെ വർഷങ്ങൾ ഒരുപാട് അതിനകത്തുനിന്ന് പോയി. അപ്പൊ പാത്രികീസ് ബാബ 15 കൽപ്പന എഴുതിയപ്പോഴും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദിസ് 15 കൽപ്പന വിൽ ബി ഇൻ ഫോഴ്സ് ടിൽ ദ ഡിസ്പോസൽ ഓഫ് 506. അതിനകത്ത് എന്താണ് തെറ്റ്? അതുകൊണ്ടാണ് ഈ കോടതികളെല്ലാം പറഞ്ഞ ഇതിലൊന്നും 2013 നിലവിലുള്ള ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല ബാബ എഴുതിയിരിക്കുന്നത്. ഒരു വീട്ടിൽ മക്കൾ തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ പിതാവല്ലേ അവരെ വിളിച്ച് ആ വിഷയം സെറ്റിൽ ചെയ്യേണ്ടത്. ആ പിതാവിനോട് 15 നിർദ്ദേശങ്ങൾ ആണല്ലോ. അപ്പൊ ഈ അതിനകത്ത് ഇത് കൊടുക്കുന്നു. പിന്നീട് വേറൊരാൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഒരു ഡെലിഗേഷനെ വിടാമെന്ന് പാത്രികീസ് ബാബ പറഞ്ഞിട്ട് ആ ഡെലിഗേഷൻ ഇതുവരെയും കേരളത്തിൽ വന്നിട്ടില്ല. അത് ശരിയാണോ? അല്ല, അത് അങ്ങനെയല്ലത്. അത് അങ്ങനെ ഒരു കൽപ്പന ഉണ്ടാക്കുക. ചർച്ചയുടെ ഇടയിൽ പല കാര്യങ്ങൾ വരും. അപ്പോ പല ചർച്ചകൾ വരുമ്പോൾ പാത്രികീസ് ബാബ ഇടയ്ക്ക് പറഞ്ഞ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു സെറ്റിനെ വിടാം. ഇവിടുന്ന് ഒരു ഡെലിഗേഷൻ വന്നല്ലോ. സ്വീഡനിലെ ബിഷപ്പ് ഇവിടെ വന്നല്ലോ, വന്ന് ഇവരെ ജ്ഞാനായ കമ്മിറ്റിയെ വന്ന് കണ്ടല്ലോ, ചർച്ച ചെയ്തല്ലോ. അപ്പോ ആ ചർച്ചയ്ക്കും ഇവരൊന്നിനും സമ്മതിക്കത്തില്ല. ഇതിന്റെ കാര്യം ഇവർ നിരന്തരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങൾക്കാണ് ഭൂരിപക്ഷം, അസോസിയേഷൻ മുഴുവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ. ഈ വിഷയ തർക്കം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ കോട്ടയം മുനിസിപ്പൽ കോടതി ഒരു ഓർഡർ ഇറക്കി, നിങ്ങൾ ആരും ഈ 506 കേസ് തീരുന്നത് വരെ ആരും നോമിനേറ്റഡ് അംഗങ്ങളെ ഇതിനകത്തോട്ട് നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. അത് പറഞ്ഞിട്ട് എത്ര പേരെ ആ കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഞങ്ങളിപ്പോ അതിനെതിരെ പ്രോസിക്യൂഷൻ കൊടുത്തിരിക്കുക. ആ കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഒരു ഫുൾ ലെറ്റർ ഹെഡ് അടിയിൽ ഒപ്പിട്ടിട്ട് സമുദായ ഓഫീസിൽ എത്തിച്ചിരിക്കുക. അവരുടെ കാണുന്ന ഗുണ്ടകൾക്കെല്ലാം എഴുതി കൊടുക്കുന്നതിന് വേണ്ടി. എത്ര പേരെ ഇതിനകത്ത് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ആരൊക്കെയാണ് നോമിനികൾ, അവരുടെ പേരൊന്ന് പ്രസിദ്ധീകരിക്കാവോ, ഇതൊന്നും ചോദിച്ചാൽ യാതൊരു ഉത്തരവില്ല. അവസാനം ഞങ്ങൾ അതിന്റെ പേര് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ കുറെ പേരുടെ ഇപ്പോൾ 10-50 പേരുടെ ഒരെണ്ണം അവിടെ കൊടുത്തു എന്ന് പറഞ്ഞു. അത് ഇൻകംപ്ലീറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ മജോറിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇതൊന്നും നോർമൽ അല്ല. രണ്ടാമത് സമുദായം അംഗീകരിച്ച് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടേണ്ട പള്ളികളെയൊക്കെ ലിസ്റ്റിനകത്തുനിന്ന് തട്ടി വേർപെടുത്തി കളഞ്ഞിരിക്കുക. അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് കൊല്ലമുളപ്പള്ളി. ക്ലിമി സിനിമേനി കുദാശ ചെയ്ത് ഇത്രയും കാലം കഴിഞ്ഞ അസോസിയേഷൻ വരെ അവിടെ നിന്ന് മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഈ വർഷം ആ കൊല്ലമുളപ്പള്ളിയുടെ പേരില്ല. അതേ സമയത്ത് ആരും കേട്ടുകേൾവി പോലും ഇല്ലാത്ത, ഒരു പ്രാർത്ഥനയാവും പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പേരിന് മാത്രം ആരെങ്കിലും നാട്ടിലുള്ള ആളുകളുടെ പേര് വെച്ചുകൊണ്ട് ഓസ്ട്രേലിയയിലും മറ്റു പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ഇവരെല്ലാം അസോസിയേഷൻ മെമ്പറാന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക. അപ്പൊ ഈ തരത്തിൽ ഒരു കയ്യിലൊരു അഡ്മിനിസ്ട്രേഷൻ കയ്യിലിരിക്കുമ്പോൾ എന്തുമാത്രം അത് ദുരുപയോഗം ചെയ്യാമോ അതിന്റെ അൾട്ടിമേറ്റ് ദുരുപയോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരായി ഏതൊരു ഓർഡറുകൾ വന്നു കഴിഞ്ഞാലും ആ ഓർഡറിന് യാതൊരു പുല്ലുവിലയില്ല. ഞങ്ങളിപ്പോൾ ഒരുപാട് എണ്ണത്തിന് പ്രോസിക്യൂഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് നടക്കുക. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ പ്രോസിക്യൂഷൻ പെറ്റീഷന് അതിൻ്റെതായ ചില പരിമിതികളുമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങള് അസോസിയേഷനിൽ പാസ്സാക്കിയത് അതിൽ നിങ്ങൾ തന്നെ എഴുതിയിരിക്കുന്നത് പാത്രികീസിന് ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂ. അതാണ് അതിനകത്ത് തെറ്റ്. മുമ്പ് എല്ലാസുട്ടി അത് വിശദീകരിച്ച ഭരണഘടനയ്ക്കകത്ത് അങ്ങനെയൊന്നുമില്ല. രണ്ടാമത് ഇതിനൊരു അനുബന്ധ നമ്മുടെ ആക്ടും റൂളും ഉണ്ട്. ഒരു രാജ്യത്തിന്റെ ഒരു നിയമത്തിന് ആക്ട് ഉണ്ട്. ആക്ട് ആണ് ലെജിസ്ലേച്ചർ ചെയ്തിരിക്കുന്നത്. റൂളിംഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതാണ്. അപ്പൊ റൂൾ ഇതിന്റെ കൂട്ടത്തിൽ അനുബന്ധനങ്ങൾ എഴുതി ചേർത്ത് അത് ഏതോ ഒരു പള്ളിയിൽ നിന്ന് യാക്കോബ പള്ളിയിൽ നിന്ന് എടുത്ത അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പള്ളിയിലെ ഒരു അച്ഛന് പട്ടം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴോ അതിനുപയോഗിക്കുന്ന ഒരു അനുബന്ധ ഒരു അനക്സർ, ദാറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ദി കോൺസ്റ്റിറ്റ്യൂഷൻ.
കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അങ്ങനെ യാതൊരു വ്യത്യാസവുമില്ല. ഇനി അത് തന്നെ എടുത്ത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ആത്മീയമായ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു കാര്യത്തിനകത്ത് പരിശുദ്ധ പാത്രികീസ് ബാബയ്ക്ക് എനിക്ക് ഇന്നലെ കാണിച്ച് ഈ ഇതാണ് അനുബന്ധം എഴുതിയിരിക്കുന്നത് കേട്ടോ. അതാ പറഞ്ഞ അനുബന്ധം ലെജിസ്ലേച്ചർ അല്ലല്ലോ, അസോസിയേഷൻ പാസ്സാക്കിയതല്ലോ, അത് റൂളല്ലേ, അത് റൂളല്ലേ. അതിന്റെ ഒരു കാരണം പറഞ്ഞ് അവർ വേറെ സ്ഥലത്തു നിന്ന് അന്ന് അഡോപ്റ്റ് ചെയ്ത് ഇതിനകത്ത് ചേർത്തതാ, അല്ലാതെ അസോസിയേഷനിൽ പാസ്സാക്കിയതല്ലത്, അത് അനുബന്ധമാണ്. അതായത് ഇപ്പൊ ഒരാളെ പട്ടം ഏൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഭരണഘടനയ്ക്കകത്ത് അവരുടെ അതിനൊരു പേര് പറയുന്നുണ്ട്, പേര് അമാൽഗം അങ്ങനെ എന്തൊരു പേര് പറയും, ആ പട്ടം അമാലോകിയ ഇങ്ങനെയൊക്കെ ചില ടെക്നിക്കൽ പദങ്ങളുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കോമണാ. അപ്പൊ വേറെ സഭയിൽ നിന്ന് എടുത്ത് അതൊന്നും ആക്ടിന്റെ ഭാഗമല്ല, അനുബന്ധ ഫീസുള്ള അനക്സർ, ഇറ്റ് ഈസ് ആഡഡ് സബ്സിക്വന്റ്ലി. അത് പറഞ്ഞുകൊണ്ടാണോ ഈ ഭരണഘടന ഇൻവാലിഡ് ആണെന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ കോടതിയിലല്ലേ പറയേണ്ടത്? കോടതി ഞങ്ങൾക്ക് അബ്സല്യൂട്ട് ആയിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ദാറ്റ് വിൽ ബി എൻഫോഴ്സ്, ദാറ്റ് ദേ കാൻ റൈസ് ബിഫോർ ഇതിന് ഫൈനൽ അഡ്ജുഡിക്കേഷൻ വരുമ്പോൾ അവിടെ അവർക്ക് പറയാമല്ലോ. ഇന്നലെ അവർ പറയുന്നുണ്ട്, ഞാനും കേട്ടായിരുന്നു, കോടതികളെ അങ്ങ് കണ്ടമോനും ഞങ്ങൾ അങ്ങ് പീഡിപ്പിക്കുകയാണെന്നാണ് ഇന്നലെ ഒരാൾ പറഞ്ഞു. കോടതികളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കോടതിയിലല്ലേ പറയണ്ടേ? ഇത് ഷിബു ബ്രദറിന്റെ അടുത്ത് വന്നിട്ട് കോടതികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവരോട് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം കോടതിയുടെ സ്പെസിഫിക് ഓർഡർ ഉണ്ടായിട്ട് അതിനെ ലംഘിച്ചുകൊണ്ട് വഴിയെ പോകുന്നവരെല്ലാം ലെറ്റർ പേഡിനകത്ത് ആർട്ടിഫിഷ്യൽ മജോറിറ്റി കാണിക്കുന്നതിന് വേണ്ടി കടലാസ് എഴുതി കൊടുത്തിട്ട് ഞാൻ ഇന്നത്തെ നോമിനി അല്ല, നാളെ അടുത്ത മീറ്റിംഗിന് വരുമ്പോൾ കാണുന്ന നോമിനി, ഇവരുടെ പേര് ചോദിച്ചാൽ തരത്തില്ല. നമ്മുടെ ഭാഗത്തുള്ള ആളുകളെ മുഴുവൻ സസ്പെൻഡ് ചെയ്യുക, കോടതിയിൽ നിന്ന് ഓർഡർ സസ്പെൻഷനെതിരെ ഈ റീബൂന് വരെ കോടതിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത, ഇവരെ കയറി സസ്പെൻഡ് ചെയ്ത ആളാ കോടതിയിൽ പോയി ഓർഡർ മേടിച്ചിട്ടുണ്ടെന്നല്ല മെമ്പറായിട്ടിരിക്കുന്നത്. മറിച്ച് അവര് ആരെ വേണമെങ്കിലും അവരുടെ കൈ എത്തുന്നവരെയോ അവര് പറഞ്ഞാൽ കേൾക്കുന്നതായിട്ടുള്ള ആരെ വേണമെങ്കിലും അടി നോമിനിയാണെന്ന് പറഞ്ഞത് ചേർക്കാം. ഇതിന് ലിസ്റ്റും ഇല്ല, ഈ ലിസ്റ്റ് ആരുടെയും കൊടുക്കത്തുമില്ല. ഒരുപാട് കുത്തഴിഞ്ഞ സംവിധാനമാണ് നടക്കുന്നത്. നോമിനേറ്റഡ് മെമ്പറാ, സെക്രട്ടറിയുടെ 2 പിള്ളേര് നോമിനേറ്റഡ് മെമ്പറാ.